ഹായ് ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്? ബാങ്ക് നിഫ്റ്റിന്ന് നല്ല രീതിയിലുള്ളൊരു വീഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിലൊരു ഡൗൺ സൈഡിലുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റും. 600 എബോ മാർക്കറ്റിൽ നിന്ന് താഴേക്ക് ഫെയിൽ ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് അല്ലേ? അപ്പോൾ എനിക്കിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ്? സോ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കമൻറ്റായിട്ട് പറയാം കേട്ടോ, നിങ്ങളുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്താണ്? പ്രോഫിറ്റ് വന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ എങ്ങനെ വന്നു, ലോസ് ഉണ്ടായ സമയത്ത് എന്താണ് നിങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്ന ഇഷ്യൂസ് എന്നൊക്കെ പറയാം. ജസ്റ്റ് അടുത്ത വീഡിയോസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തത്, നിങ്ങൾ പ്രീവിയസ് വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയറിയാം, ഡെയിലി നമ്മൾ പ്ലാൻസ് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേയ്സിൽ നമ്മൾ ആ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയെല്ലാം നിങ്ങൾക്ക് പറയുന്നുണ്ട്. സോ അവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കാര്യമുണ്ട്. പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതേപോലെ തന്നെ ഇന്നും മാർക്കറ്റ് നല്ലൊരു ലെസൺ എനിക്ക് പറഞ്ഞു തരാനുണ്ട് നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് മാർക്കറ്റിൽ സ്റ്റാർട്ടിങ് രാവിലെ നമ്മൾ ഇന്നലത്തെ പ്ലാൻ പറഞ്ഞല്ലോ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടൊരു മാർക്കറ്റ് നിൽക്കായിരുന്നു അല്ലേ? 1 ഹവറും 15 മിനിറ്റും നമുക്ക് കണ്ടീഷൻ നോക്കാമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് നമുക്ക് ഒരു പ്ലാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലാൻ നോക്കാമെന്നാണ് പറഞ്ഞത്. സോ ഭയങ്കര അഗ്രസീവായിട്ടായിരുന്നു മാർക്കറ്റ്. അതിലൊരു റീടെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അഗ്രസീവായിട്ടായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു ഇൻറ്റേണൽ, അത് നമുക്ക് മുമ്പോട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിച്ച ലെസൺ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇന്ന് രാവിലെ ഒരു 600 പോയിൻറ്റ് മാർക്കറ്റ് വീണപ്പോൾ ഞാനും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയായിരുന്നു. വെറുതെ മാർക്കറ്റ് ഇങ്ങനെ കണ്ടിരുന്നു. സോ പേഷ്യൻസാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൈകെട്ടി സമാധാനത്തോടെ ഇരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം അല്ലേ? അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമായിട്ടാണ് അത് പറയുന്നത്. എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം, എപ്പോഴും നമുക്കൊരു പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ഉണ്ടാവണം. സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ് ക്യാമറ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ടതൊരു ട്രേഡ് സെറ്റപ്പ്, പ്രോപ്പറായിട്ടൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ എന്തുണ്ടെങ്കിലും ട്രേഡ് ചെയ്യുക. നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം. ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമുക്കൊരു കൺഫർമേഷൻ മെത്തേഡ് ഉണ്ടാവണം. നമുക്ക് കൺഫർമേഷൻ ഒരു കാര്യം മാത്രമല്ല, മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് നമുക്ക് ഉണ്ടാവണം. മനസ്സിലാവും? ഈ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഒരു 5 to 4 കൺഫർമേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ട്രേഡ് എന്ത് ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യണം. സോ അങ്ങനെ പല ആൾക്കാർക്കും പല കേട്ടോ. സോ ഞാൻ അങ്ങനെ ഒരു മെത്തേഡാണ് ഇതിലേക്ക് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് എടുത്തത് വളരെ മാർക്കറ്റ് റേഞ്ചിലേക്ക് വന്നു അതിന് ശേഷം അല്ലേ, ആ റേഞ്ചിനുള്ളിൽ മൈന്യൂട്ടായിട്ടുള്ള കൺഫർമേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കിയിട്ടില്ല. 3 മിനിറ്റും 1 മിനിറ്റും കൺഫർമേഷൻസ് ആണ്. സോ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ലെസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് ഇന്ന് നല്ലൊരു ലെസൺ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. കാരണം ഇന്നത്തെ കൺഫർമേഷൻസ് എല്ലാം ബാങ്ക് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചേഴ്സും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണ്. സോ ഇവരെ രണ്ടുപേരെ നോക്കിയാനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ കഥ പറഞ്ഞ് പോകേണ്ട, ടോപ്പിക്കിലേക്ക് പോകാം അല്ലേ? ബാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, ഈ ഒരു സോൺസൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്ത് മേജർ ഹൈ മേജർ ലോ അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മേജർ ഹൈ ആണ്, നമ്മുടെ 15 മിനിറ്റിൻ്റെ മേജർ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ ഇന്ത്യൻ സ്ട്രക്ചറിൻ്റെ കേസസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാനതൊന്നും കൂടി പ്ലോട്ട് ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇന്നത്തെ മാർക്കറ്റ് നമുക്കൊന്ന് ബാക്കിലേക്ക് പോകാം. മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ആണല്ലേ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ 1 ഹവറിലേക്ക് നമുക്ക് ഉണ്ടായ കൺഫ്യൂഷൻ ഞാൻ ആദ്യം തന്നെ അതൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ഉണ്ടായ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, 1 ഹവർ ഡിമാൻഡ് ഹോൾഡിംഗ് ആവും. ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് തന്നതായിട്ട് കാണാം. എഗെയിൻ ഇതാണ് ഒരു ഡിമാൻഡ് ഹോബിയായിട്ട് കൺസിഡർ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ കറക്റ്റായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കണ്ടോ. ഇവിടെ നിന്ന് അഗ്രസീവായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തു. ഇങ്ങോട്ട് മാർക്കറ്റ് കറക്റ്റീവായിട്ടാണ് കറൻറ്റ് വരുന്നത്. അപ്പോൾ എഗെയിൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മേളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് കൺഫർമേഷൻസ് വേണം, അവിടെ ഒരു പ്ലാൻ നമുക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഷോർട്ട് ടൈം ഫ്രെയിമിലാണെങ്കിലും ഈ പറയുന്ന 1 ഹവറിലൊരു സ്ട്രക്ചർ വരുന്നുണ്ട്. കണ്ടോ? ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു, ഒരു ഹയർ ലോ, ഒരു ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ അല്ലേ? ഈ ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റണേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്ത് നിൽക്കുകയാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് മാർക്കറ്റ് എന്ത് ചെയ്ത് നിൽക്കുകയാണ്? നമുക്ക് ഇവിടെ ഒരു സോൺ മാർക്ക് ചെയ്യാം അല്ലേ? ഈ ഒരു സോൺ നമുക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് വന്ന് കണ്ടോ, ഇത് 50 മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഷിൻ്റെ 50% ആണോ? യെസ്, 50 to 60 മാർക്കറ്റ് ഇക്വിലിബ്രിയം വന്നിട്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ എഗെയിൻ നമുക്കിതിനെ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. കണ്ട് ഇവിടെയാണ് നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു കൺഫ്യൂഷൻ മാർക്കറ്റ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അല്ലേ? നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ മൈനർ ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് തന്നു. ഈ ഒരു സോണിൽ മൈനർ ബ്രേക്ക്ഔട്ട് തന്നു. സോ ഇവിടെ മാർക്കറ്റ്
ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് നമുക്ക് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള കാരണം. സോ അവിടെ 1 ഹവറിൻ്റെ കണ്ടീഷൻ ഉണ്ട്. ഇന്റേണൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മളതിന് വലിയ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം. സോ അതിൻ്റെ ഒരു കേസും കൂടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെ എന്താണ് 3 മിനിറ്റിലേക്കൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം കേട്ടോ. ഞാൻ ഓടിച്ച് പോകണേ കേട്ടോ. അപ്പോൾ ഇന്ന് മനസ്സിലാവാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ഇന്നലത്തെ വീഡിയോ കാണാൻ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ 3 മിനിറ്റ് അറിയാലോ. ഇതൊക്കെ വന്നു ഏകദേശം. മാർക്കറ്റ് ഈ പറയുന്ന സ്ട്രക്ചറിൻ്റെ ഈ ഹൈ ഈ ലോ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് താഴേക്ക് കൺസോളിഡേറ്റ് ചെയ്ത് കണ്ടോ, നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്തു. ഇതിനുള്ളിലുള്ള ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഒരു പ്രോപ്പർ എൻട്രി ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഇവിടെ നിന്നൊരു കണ്ടിന്യൂവേഷനാണ് താഴേക്ക്. സോ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ്. സോ ഇവിടെ ഒരു പ്രോപ്പർ എൻട്രി നമുക്ക് നോക്കാം. അതിനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഡേ ലോ ബ്രേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക്. ഈ ഒരു ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുള്ളത് പ്രോപ്പറായിട്ട്. സോ അവിടെ ഒരു കൺഫർമേഷൻ എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. നമുക്കിവിടെ ഒരു വെറുതെ നമ്മളൊരു തോന്നലിൻ്റെ പുറത്തെടുക്കുന്നൊരു ട്രേഡായി പോകും. ജസ്റ്റ് ഒരു ഇംബാലൻസ് കൊണ്ട് മാത്രം എടുക്കുന്ന ട്രേഡ് ആയി പോകും. അതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും എക്സിക്യൂഷൻ നോക്കാൻ പറ്റില്ല. മൾട്ടിപ്പിൾ കൺഫർമേഷൻസിൻ്റെ ആവശ്യമുണ്ട്. സോ അതാണ് മാർക്കറ്റിൽ നോക്കി 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം നമുക്ക്. 3 മിനിറ്റ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി, സിമ്പിളായിട്ട് നോക്കി ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കാനാണ് അല്ലേ, കണ്ടോ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് യാതൊരു സെറ്റപ്പ്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ പറഞ്ഞ ആ ഒരു 1 ഹവറിൻ്റെ സോണിലേക്ക് മാർക്കറ്റ് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സൽ പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഇവിടെ നിന്ന് മേളിലേക്ക് വേണമെങ്കിൽ ആരാദ്യം എന്ത് ചെയ്യണം, 1 മിനിറ്റിലൊരു റിവേഴ്സൽ ഉണ്ടാവണം. 1 മിനിറ്റിലേക്ക് നമ്മളൊന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് 1 മിനിറ്റിലൊരു ചെറിയൊരു എൻട്രി പ്ലാനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എന്താണ് മാർക്കറ്റ് ചെയ്തതെന്നുള്ളത് നോക്കാം. കണ്ടോ, 1 മിനിറ്റ് മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ വന്നു. സോ ഇനി നമ്മൾ എന്താണ് നമ്മുടെ ട്രേഡ് ഇവിടെയാണ്. ഇത്രയും വന്ന ഫോൾ നമ്മളൊന്നും ചെയ്തില്ല, ഒരു എൻട്രീസിലേക്ക് നമ്മൾ പോയില്ല. കാരണം നമ്മൾ സെറ്റപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാർക്കറ്റ് വീഴാണെങ്കിൽ നമുക്കൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കയറുള്ളൂ. കണ്ടു, ഈ 884 പോയിൻറ്റ് ഞാൻ എന്ത് ചെയ്തു, വിട്ടു. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. വളരെ ടൈം എടുത്തിട്ടുണ്ടോ, ഉച്ചയ്ക്ക് എന്തോ ആണെന്ന് തോന്നുന്നു നമുക്ക് സെറ്റപ്പ് കിട്ടിയാൽ. നമുക്ക് PNL-ലേക്ക് പോവാം. നമുക്ക് ട്രേഡ് എടുത്തേക്കണേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എടുത്തത്, എന്താണ് കാര്യം എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈനെ, അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് താഴേക്ക് തന്നിട്ടുള്ളത്. അതെ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ ഈ ഒരു സോൺ ഇതാണ് നമുക്ക് 1 മിനിറ്റിൻ്റെ കൺസിഡർ ചെയ്യാനായിട്ട്, 3 മിനിറ്റിൻ്റെ കൺസിഡർ ചെയ്യാനായിട്ടുള്ളത്. സോ ഇത് 1 മിനിറ്റിലേക്കൊന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, 3 മിനിറ്റിന് ശേഷം 1 മിനിറ്റ് എന്ത് ചെയ്തു, 1 മിനിറ്റിൻ്റെ ഈ ഒരു കണ്ടീഷൻ കണ്ടോ, ഈ കണ്ടീഷൻ. സോ ഇവിടെയാണ് നമുക്ക് ഡീറ്റെയിലിങ് വന്നത്. നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ട്രേഡ് നോക്കിയിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബാക്കിലേക്ക് വരാം. ഇവിടെയൊക്കെ നിൽക്കട്ടെ, ട്രേഡ് എടുത്ത ഒരു സോണിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ഈ ഒരു സോണിലാണ് പുതിയൊരു ബ്രേക്ക് ഔട്ട് താഴേക്ക് തന്നത് കണ്ടോ, 1 മിനിറ്റിൻ്റെ കേസ് കേട്ടോ. 1 മിനിറ്റിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ ഇവിടെ നോക്കാം, അപ്പ് സൈഡിലേക്ക് നോക്കാം അല്ലേ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാലാണ് നമ്മൾ മുകളിലേക്ക് നോക്കുക. ഇതാണ് നമ്മുടെ ആൾ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വന്ന് ജസ്റ്റ് അവിടുത്തെ ലിക്വിഡിറ്റി, ഇവിടെയുള്ള ഓർഡേഴ്സ് ജസ്റ്റ് ഗ്രാബ് ചെയ്തിട്ടാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നമ്മളിവിടെ കൺഫർമേഷൻസ് നോക്കുന്നത്, ട്രേഡ്സ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്സ് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് അല്ലേ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു കണ്ടീഷനാണ്. ഓക്കെ, ഇവിടുത്തെ കേസ് നോക്കി, ഇവിടെയും മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് 1 മിനിറ്റിൽ മാർക്കറ്റ് എന്താ ചെയ്തേ, ഈ ടൈം നോക്കിക്കേ, ഈ ടൈം കണ്ടോ 12:24 മാർക്കറ്റ് ഇവിടെ എന്തെങ്കിലും ചെയ്തോ, ഈ ഹൈയിലെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ടോ, ഇല്ല അല്ലേ. ഇവിടെ ബ്രേക്ക് ഔട്ട് വന്ന് മാർക്കറ്റ് ത്രൂ ഔട്ട് താഴേക്ക് തന്നെ പോന്നേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോട്ടലി മാർക്കറ്റ് പിന്നീട് ഈ ഒരു സോണിലേക്കാണ് തിരിച്ചു വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ നോക്കി 12:38 കണ്ടോ, ഇവിടെ നോക്കി 12:38 മാർക്കറ്റ് ഇവിടെ ഹോൾഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ രണ്ടിടത്തും എന്താണ്, ക്ലോസ് തന്നിട്ടില്ല മാർക്കറ്റ് അല്ലേ. ഈ ഒരു ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ക്ലോസ് തന്നായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കണ്ടോ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഇവിടെ മാർക്കറ്റ് വന്നിട്ട് പിന്നെ എഗെയിൻ ഇവിടെ മാർക്കറ്റ്
താഴേക്ക് ബ്രേക്ക് ഔട്ട് തന്നൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ എഗെയിൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഈ ഒരു ഇംബാലൻസിൽ തന്നെ വന്ന് കണ്ടോ, ഈ ഒരു ഇംബാലൻസിൽ തന്നെ വന്ന് മാർക്കറ്റ് മേളിലേക്ക് പോയിരുന്നു. സോ നമ്മളവിടെ ഇംബാലൻസിലാണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 18 പോയിൻറ്റ്, നമ്മളൊരു 20 പോയിൻറ്റ് SL വെച്ചിട്ടാണ് ഇവിടെ ആ ഒരു ട്രേഡ് പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ ഇത്രയും ടാർഗറ്റ് നമ്മൾ ഫോക്കസ് ചെയ്തത് ഈ ഒരു സോണാണ്. ഈ ഒരു സോണാണ് ടാർഗറ്റ് ഫോക്കസ് ചെയ്തത്. നമ്മൾ കുറച്ച് ടൈം എടുത്തുകൊണ്ട് നോക്കി, ഭയങ്കര സമയം എടുത്തിട്ടാണ് മാർക്കറ്റ് പുഷ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സോണിലേക്ക് എത്തിയ സമയത്ത് 1:4 നമുക്കൊരു എനിക്ക് തോന്നുന്നു 3.2 ഞാൻ ഇറക്കിയായിരുന്നു. ഇവിടെ ഒരു 2,000 റുപ്പീസിൻ്റെ റിസ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1,500 റിസ്ക്കാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ 1:4 ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രീമിയം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ പയ്യെ മൂവ് ചെയ്ത പ്രീമിയത്തിന് മൊമെൻറ്റം കിട്ടും ഇല്ല. അപ്പോൾ പ്രീമിയത്തിൽ എനിക്ക് ഇടിയ 1:1.5 ആണ് കേട്ടോ. നമ്മൾ 2,000 എടുത്തിട്ട് എന്തോ 3,000 റുപ്പീസ് ആണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ 1:1.5 ഞാനിവിടെ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടം വരെ പോയി നമ്മൾ ഇവിടെ എക്സിറ്റ് ചെയ്തു. 1:4 മൂവ് ചെയ്തു. ഞാൻ ഒരു 4 അല്ല, ഒരു 25 നമ്മൾ SL കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 25 SL കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1:3. അപ്പോൾ പ്രീമിയത്തിൽ നമുക്ക് 1:1.5 കിട്ടിയുള്ളൂ അല്ലേ, അത്ര കിട്ടിയിട്ടുള്ളൂ. അത് നേരത്തെ ഇറങ്ങിയതുകൊണ്ടാണ്. ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് നല്ല, അപ്പോൾ നമുക്കിവിടെ ഇത്രയും റേഞ്ചായിട്ട് മാർക്കറ്റിംഗ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഞാനത് എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ. സോ ഇവിടെ എന്താണ്, മാർക്കറ്റ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്താണ് മേളിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. സോ ഇത് എങ്ങോട്ടാണ് വന്നത്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ 3 മിനിറ്റിലേക്കൊന്ന് സ്വിച്ച് ചെയ്യാം. 2 പേരെ 3 മിനിറ്റിലേക്കൊന്ന് മാറ്റാം. കണ്ടോ, ഇത് രണ്ടും നമ്മൾ 3 മിനിറ്റിലേക്ക് വരുമ്പോൾ 3 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കിക്കുകയും 3 മിനിറ്റ് ഇവിടെ നിന്ന് ഒരൊറ്റ പുഷാണ് അല്ലേ. ഫ്യൂച്ചർ നോക്കാന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് ഇവിടെ വന്നു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒറ്റ പുഷ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യണേ? 3 മിനിറ്റിനെ കൺട്രോൾ ചെയ്യണ സെല്ലേഴ്സാണ് അല്ലേ. സപ്ലൈ ആണ് കൺട്രോൾ ഇവിടെ. അപ്പോൾ സപ്ലൈ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോൺ പ്ലോട്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് സപ്ലൈ OB ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സപ്ലൈ OB ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ OBക്ക് തൊട്ട് മേളിലായിട്ട് കേട്ടോ, നമ്മുടെ ഈ വിക്കിന് തൊട്ട് മേളിലായിട്ടായിരിക്കും നമ്മൾ SL കീപ്പ് ചെയ്യുക. ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിലാണ് നമ്മളുടെ എൻട്രി പ്ലാൻസ് ഒക്കെ വരാം. സോ അതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷനാണ്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇവിടെ നിന്ന് ഇപ്പോൾ എൻട്രി എടുത്തു, ഇത്രയും വലിയ SL വെച്ചോ, അതിലേക്ക് അത്രയും നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ പ്ലാൻ നോക്കുകയാണ്, പക്ഷേ ഇവിടെ താഴേക്ക്. സോ ഇങ്ങോട്ട് വന്നതിൻ്റെ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഈ ഒരു ട്രേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നോക്കാം, ഇപ്പുറത്തെ കേസിലേക്ക് നോക്കാം. ഇവിടെ ഈ പറയുന്ന ആൾ തന്നെയാണ് മാർക്കറ്റ് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. കണ്ടോ, 3 മിനിറ്റ് ഇവിടെ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, കൺട്രോൾ ചെയ്യണത് ഇവിടെയാണ്. സോ ഇവിടെ ഒരു BOS തന്നു താഴേക്ക്. സോ ഇവിടെ ഒരു കൺഫ്യൂഷനാണ് ഇവർ ഇൻഡെക്സിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രേഡ്സ് നടക്കണത് എവിടെയാണ്? ഇവിടെ ലോയിനെ ബ്രേക്ക് ചെയ്തില്ല, പക്ഷേ ഇവിടുത്തെ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. 3 മിനിറ്റ് ആട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് 3 മിനിറ്റാണ്, ഇത് 3 മിനിറ്റ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം മനസ്സിലായോ? ഇത് ഒറ്റ പുഷാണ്, പക്ഷേ ഇവിടെ ഒറ്റ പുഷാണോ? അല്ല. ഇവിടെ മാർക്കറ്റ് ആദ്യം ഒരു പുഷ് തന്നു, എഗെയിൻ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഹൈനെ മാർക്കറ്റ് ഫെയിലാക്കി. സോ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് പുതിയൊരു ആദ്യം ഒരു ഹൈ എടുത്തിട്ട് എഗെയിൻ അടുത്തൊരു ലോവർ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയാലോ, ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. അപ്പോൾ ഈ സോണിൽ എന്താണ്, ബയേഴ്സിൻ്റെ ആക്ടിവിറ്റി. സോ അവിടെ നിന്ന് കൂടുതൽ ആളുകളും ബൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എഗെയിൻ അവിടെ നിന്ന് വന്നപ്പോൾ താഴേക്ക് വന്നു. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് ഓൾറെഡി മാർക്കറ്റ് 1 മിനിറ്റിൻ്റെ കേസാണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് മേളിലേക്ക് എടുത്ത ട്രേഡ്. സോ ഇവിടെ ഈ ഒരു കണ്ടീഷൻ തന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. കണ്ടോ, ഇവിടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്തു. പക്ഷേ ഇവിടെ നോക്കിയാലോ, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടില്ല. സോ ഇവിടെ സ്റ്റിൽ ഈ 3 മിനിറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ മാർക്കറ്റ് കൺസോളിഡേറ്റ് നല്ല രീതിയിൽ പ്രൈസ് ഡെലിവറി തന്നാണ് മേളിലേക്ക് വന്നിട്ട് PD എന്നുള്ള പ്രൈസ് ഡെലിവറിയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇവിടെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കണ്ടോ, താഴേക്ക് ഒറ്റ പുഷായിരുന്നു, എഗെയിൻ മാർക്കറ്റ് മേളിലേക്ക് വന്നു അല്ലേ, താഴേക്ക് വന്നു. ആ ഒരു ടൈം നോക്കിയത് നിങ്ങൾ, പിന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തല്ല, ടൈം എടുത്ത് മാർക്കറ്റ് മേളിലേക്ക് വന്നു. ഇത് നോക്കിക്കേ, അതിനുശേഷം മാർക്കറ്റ് സിമ്പിളായിട്ട് ഈ താഴത്തെ ഡിമാൻഡ് OBയിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു. കണ്ടോ, ഈ OBയിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ CH, ഇവിടെ അവരെല്ലാവരും ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുത്തു. ഈ പറയുന്ന സോണിൽ എൻട്രി നോക്കി. കണ്ടോ,
ഇവിടെ ഫുള്ളി 3 മിനിറ്റ് കൺഫർമേഷൻ തന്നു അപ്പ് സൈഡിലേക്ക്. പക്ഷേ ഫ്യൂച്ചർ തരാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കി ത്രൂ ഔട്ട് ഈ ഒരു സോൺ വരെ നമ്മൾ പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്ത ആളുകൾക്ക് വരെ ഇവിടെ എന്ത് സംഭവിച്ചു, SL അവർ ടേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്ലിയർ ആയിട്ട് ഈ ഒരു ക്യാൻഡിൽ സ്ട്രെങ്ത് കാണുമ്പോൾ അറിയാം ഇത് ആരാണ് ബൈ ചെയ്തേക്കണം സെല് ചെയ്തേക്കണം അല്ലേ. ഒരു റീറ്റെയിലറിനെ കൊണ്ട് പറ്റുമോ ഇങ്ങനത്തെ ക്യാൻഡിൽസ് ബിൽഡ് ചെയ്യാനായിട്ട്? ഇവിടെ ഇല്ല. പക്ക ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ക്യാൻഡിൽസൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പറായിട്ടൊരു ട്രാപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അവരുടെ കൂടെ കണ്ടോ, അത് ഈ ഒരു പുഷിലൊക്കെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു കണ്ടോ. സോ ഇന്ന് നമ്മൾ വളരെ ഇത്രയും നല്ലൊരു റാലി കഴിഞ്ഞുകൊണ്ട്, ഡ്രോപ്പ് കഴിഞ്ഞുകൊണ്ട്, റാലി അല്ല താഴേക്കളി ഡ്രോപ്പ് കഴിഞ്ഞുകൊണ്ട് 600 പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ റിസ്ക് വളരെ കുറച്ചിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ എടുത്തത് 2000 ആണെങ്കിൽ ഞാൻ സെക്കൻഡ് ട്രേഡിൽ എടുത്ത റിസ്ക് എന്ന് പറഞ്ഞാൽ 1300 350 ആ ഒരു റേഞ്ചിലാണ് ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു റിസ്ക് റിവാർഡ്, ഇന്നലെ നമ്മൾ യൂസ് ചെയ്തത് 2500 ആണ് ടോട്ടൽ റിസ്ക് യൂസ് ചെയ്തത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം 2000 ആണ് യൂസ് ചെയ്തത്. കാരണം ഇത്രയും മാർക്കറ്റ് ഡ്രോപ്പ് ആയത് കൊണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ഷോർട്ട് ടൈം ഫ്രെയിമിലുള്ള ഇത്രയും കൺഫർമേഷൻ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ട്രേഡിലൂടെ പ്ലാൻ ചെയ്തത്. സോ ഇവിടെ ഇൻഡെക്സിലേക്ക് നോക്കുമ്പോൾ ഇൻഡെക്സിൽ ഈ പറയുന്ന സോൺ മാർക്കറ്റ് ഹോൾഡ് ചെയ്തു അല്ലേ. എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് വന്നു. പക്ഷേ ഇവിടെ കൺഫർമേഷൻ ഇല്ല ഇൻഡെക്സ് നോക്കുമ്പോൾ. പക്ഷേ ഫ്യൂച്ചറാണ് ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കാനായിട്ട് കൺഫർമേഷൻ നോക്കുന്നത്, എപ്പോഴും ഫ്യൂച്ചറാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തായാലും ട്രേഡിലേക്ക് ഞാനൊന്ന് ഇപ്പോൾ ഈ രണ്ട് ട്രേഡ് ചെയ്യാൻ പറഞ്ഞു കണ്ടോ. ഇവിടെ നിന്ന് മേളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ താഴേക്ക് എടുത്തു. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 20 പോയിൻറ്റ്സ് ആണ് SL ഇതിലുള്ളത്. അപ്പോൾ 20 പോയിൻറ്റ്സ് തന്നെയാണ് ഞാനും പ്രീമിയത്തിൽ വെച്ചിട്ടുള്ളത്. 20 പോയിൻറ്റ്സ് പ്രീമിയം വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ക്വാണ്ടിറ്റി അവിടെ നമുക്ക് എങ്ങനെ മേടിക്കാം. ഇതാണ് നമ്മുടെ ട്രേഡ്. സോ ഇതാണ് നമ്മൾ 338 എടുത്തിട്ട് 367 ഞാൻ എക്സിറ്റ് ചെയ്തു കണ്ടോ ഫസ്റ്റ് ട്രേഡ്. അപ്പോൾ അതൊരു 12:39 ടൈം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് 367 എക്സിറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്രയും കൺസോൾട്ടേഷനാണ്. നമ്മളിപ്പോൾ ബയ്യറാണ്, നമുക്ക് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് അല്ലേ. DK എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ട്രേഡിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്ത് മിനിമം 1 മിനിറ്റും കൂടിയാണ്, നമ്മളൊരു 15 മിനിറ്റ് കൂടുതലൊന്നും അത് ശരിക്കും ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂറോളം ഞാൻ എന്തായാലും അത് വെയിറ്റ് ചെയ്ത് നോക്കി. സോ അതിൽ പിന്നെയും കാര്യമായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്യാതെ കണ്ടപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ 1:1.5 എക്സിറ്റ് ചെയ്തു. നമ്മൾ 2000 റുപ്പീസ് റിസ്ക് എടുത്തു. നമുക്കിതിലൊരു 3000 റുപ്പീസ് കണ്ടോ 105 ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഇറങ്ങി. സോ നെക്സ്റ്റ് ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1:36 നമ്മൾ ട്രേഡ് എടുത്തത് കണ്ടോ. ഇന്ന് മാർക്കറ്റ് 9:00 ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ട്രേഡ് ഞാൻ എടുത്തത് 12:00 മനസ്സിലായോ. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു സെറ്റപ്പ് ആവുന്നത് വരെ നമ്മളവിടെ ഇരുന്നു. മനസ്സിലായോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ 1:36 നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായത്. അത് ഏകദേശം ഒരു 2:27 വരെ നമ്മൾ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഈ ടൈം നിങ്ങൾ കണ്ടല്ലോ 2:27 വരെ. അതെന്തുകൊണ്ട് അത്രയും കൺഫർമേഷനുള്ള ട്രേഡായിരുന്നു. നമുക്ക് ഏകദേശം 447 എടുത്തിട്ട് 547 അപ്പോൾ നമ്മളത് എന്ത് ചെയ്തു, എക്സിറ്റ് ചെയ്തു. പ്രോപ്പർ റിസ്ക് റിവാർഡ് തന്നെ നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 105 ക്വാണ്ടിറ്റി എടുത്തു. ഞാനിവിടെ ക്വാണ്ടിറ്റി സൈസ് കുറച്ചു. കാരണം ഇവിടെ വന്ന സ്റ്റോപ്പ് ലോസ് എനിക്ക് 35 പോയിൻറ്റ്സ് ആണ് പ്രീമിയത്തിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 35 പോയിൻറ്റ്സ് നമ്മൾ പ്രീമിയം 45 വെച്ചെടുത്തപ്പോൾ നമ്മളത് അതിനനുസരിച്ച് ലിമിറ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻ സൈസിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1500 ബിലോണ് നമുക്ക് റിസ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. സോ അതിൽ നമ്മളൊരു 100 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ എത്രയാണെന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഒന്ന് പൊസിഷൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോ, ഇതാണ് കോൾ സൈഡിലേക്കുള്ള ട്രേഡ്. ഏകദേശം അതിൻ്റെ അകത്ത് കണ്ടോ 2996 ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. സെക്കൻഡ് 4467 1:3.2 അടുത്താണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടോട്ടൽ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 7500 ആണ്. സോ ഇത് ഞാൻ എന്തിനാണ് കാണിക്കണമെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു റിസ്ക് നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം. നിങ്ങളെപ്പോഴും ഫോളോ ചെയ്യേണ്ട കാര്യം പ്രോപ്പർ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്ത് പോയാലാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രോപ്പറായിട്ട് എന്ത് കിട്ടുള്ളൂ, ഒരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. റിസ്ക് ഉണ്ടാവണം, അതേപോലെ റിസ്ക് റിവാർഡ് ഉണ്ടാവണം, പൊസിഷൻ സൈസിങ് ഉണ്ടാവണം, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് മുമ്പോട്ട് പോകുന്ന ഓരോ ദിവസത്തിൽ ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഇന്നത്തെ ട്രേഡ് സെറ്റപ്പ് ഇതായിരുന്നു. അതിനുശേഷം ഇവിടെ ട്രേഡ് ഉണ്ട് കേട്ടോ, ഇവിടെ കൺഫർമേഷൻസ് ഉണ്ട്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാലും ഇത് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല നല്ല പ്ലാൻസ് ഉണ്ട്. ഞാനതൊന്നും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഫിൻനിഫ്റ്റിയിൽ 1 മിനിറ്റിലൊക്കെ നമുക്ക് കൺഫർമേഷൻ ബേസ്, ഫിൻനിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ വേറെ ട്രേഡ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് കൂടെ കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേണ്ടതായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പറയുക. അത് ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
1 മിനിറ്റിൽ ഏതാണ് ലാസ്റ്റ് പിന്നീട് ഉണ്ടായ ഒരു ട്രേഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് തന്നു. കുറച്ച് മൈന്യൂട്ടായിട്ടാണ് കേട്ടോ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെക്ഷൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം പഠിപ്പിച്ച് ഉഷാറായിട്ട് നമുക്ക് പോവാം. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ മാർക്കറ്റ് പിന്നീട് ഇവിടെ നിന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, യെസ്, ഇതാണ് ഹൈ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ സിമ്പിൾ മെത്തേഡ്, അതിനുശേഷമുള്ള സിമ്പിളായിട്ടൊരു സെറ്റപ്പാണ് നമ്മൾ പറയാൻ പോണേ. കണ്ടോ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഇവിടെ മാർക്കറ്റ് BOS ക്രിയേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ട്രേഡ്, പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി 2 ട്രേഡ് ആയല്ലോ, പിന്നെ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോയില്ല. സോ ഇവിടെ പ്രോപ്പറായിട്ടൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടിയും നമുക്ക് ഓക്കെ. യെസ്, ഇവിടെ നിന്ന് മാർക്കറ്റ് മേളിലേക്ക് പോയപ്പോൾ നമ്മൾ എന്ത് പ്രീമിയം ഡിസ്കൗണ്ട് എടുത്തപ്പോൾ ഇവിടെ നല്ലൊരു ഇംബാലൻസ് മാർക്കറ്റിലുണ്ട്. സോ ഇവിടെ നല്ലൊരു OB നമുക്ക് കൺസിഡർ ചെയ്യാം. അത് ഡിസ്കൗണ്ട് സോണിലായതുകൊണ്ട് നമുക്ക് OB കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഇംബാലൻസ് OB എന്നാണ് നമ്മൾ അടുത്തൊരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, കറക്റ്റ് പ്രോപ്പറായിട്ട് അവിടെ നിന്ന് ടാപ്പ് ചെയ്തു. ജസ്റ്റ് ഇത് നമ്മൾ വാച്ച് ജസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് റീഡ് ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ്സ് നോക്കിയില്ല. ജസ്റ്റ് ഓൾറെഡി അത്രയും ടൈം ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ നോക്കിയില്ല. പിന്നെ ഈ ടൈം നിങ്ങൾ തീരാറായി, മാർക്കറ്റ് 3 മണി അടുത്തായി. സോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നിന്നില്ല. സോ ഇവിടെ പ്രോപ്പറായിട്ട് അടുത്ത് ബ്രേക്ക് ഔട്ട് വന്നു. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, മാർക്കറ്റ് വന്നു. ഈ കറക്റ്റ് ഡിസ്കൗണ്ട് സോണിൽ നിന്ന് മാർക്കറ്റ് പുഷ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. സോ ഇപ്പോൾ കറൻ്റ്ലി നോക്കാന്നുണ്ടെങ്കിലും 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്താൽ ഇപ്പോഴാണ് നമ്മളുടെ 3 മിനിറ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലേ, കണ്ടിന്യൂവേഷൻ തന്ന് മാർക്കറ്റ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ വന്നു 3 മിനിറ്റിൽ ഫ്യൂച്ചർ എന്ത് ചെയ്തു? ഈ ലോയിലേക്ക് വന്നു, എഗെയിൻ ഹൈയിലേക്ക് വന്നു, ബ്രേക്ക് ഔട്ട് തന്നു. സോ ഇതാണ് കണ്ടീഷൻ 3 മിനിറ്റിൻ്റെ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്വിങ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിങ് ഇവിടെയാണ് കേട്ടോ. 3 മിനിറ്റിൻ്റെ സ്വിങ് മേളിലാണ്. ഈ സോൺ എടുത്ത് നോക്കി ഇങ്ങോട്ട് വെച്ചാൽ മാത്രം മതി 3 മിനിറ്റ്. അപ്പോൾ ഇവിടെ ക്ലോസ് വന്നു. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഈ 3 മിനിറ്റ് എങ്ങനെയാണ് ചേഞ്ച് ആവാന്നുള്ളത് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നു കറക്റ്റായിട്ട് ഈ ഒരു സോണിൽ നിന്ന് എഗെയിൻ ഇപ്പോൾ വന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഒരു BOS ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മിനിറ്റിൻ്റെ സോൺ ഇവിടെ എത്തി. 3 മിനിറ്റ് സോണിൽ കൂടെ വന്നു. ഓക്കെ, കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ട്രക്ചർ ഇത്രയും റേഞ്ച് മാർക്കറ്റിൽ ഇന്ന് ആ ഒരു ഡ്രോപ്പിന് ശേഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു സോണായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. റേഞ്ച് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ വലിയ വലിയ സോൺസ് വരാം. അല്ലെങ്കിൽ ഇതേപോലെ മൈന്യൂട്ടായിട്ടുള്ള സോൺസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഇന്ന് എടുത്ത പ്രീമിയം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള പ്രീമിയം ഇൻ ദ മണി, ഡീപ്പ് ഇൻ ദ മണിയാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. കാരണം ചെറിയ മൊമെൻ്റാണ് മാർക്കറ്റുള്ളത്. സോ അവിടെ മാക്സിമം കളക്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഡീപ്പ് എടുത്തത്. പക്ഷേ ഇതൊരിക്കലും എക്സ്പയർ ദിവസത്തിൽ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാട്ടോ. ഇത്രയും ഡീപ്പ് എടുക്കണ്ട. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എക്സ്പയർ തലേദിവസമാണെങ്കിൽ പോലും കുഴപ്പമില്ല. എക്സ്പയർ ദിവസത്തിൽ നിങ്ങൾ ഡീപ്പ് എടുക്കാതിരിക്കാം. അപ്പോൾ നല്ല മൊമെൻറ്റം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതെടുക്കണം. അപ്പോൾ 100 പോയിൻറ്റ്സ് ഒക്കെ അതിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഡീപ്പ് ഇൻ ദ മണി സ്ട്രൈക്സ് എടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഫ്യൂച്ചറും അതേപോലെ ഇൻഡെക്സും കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇതേപോലെ കൺഫർമേഷൻസിന് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, കൺഫ്യൂഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഈ ഒരാളെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് ടോപ്പിക്സ് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയാം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പ്ലാൻ. സോ നാളത്തേക്ക് എന്താണ് മാർക്കറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് 1 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന് ഡിമാൻഡിൽ തന്നെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊരു 3 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സോണിൽ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ മേളിലേക്ക് നോക്കാം. മനസ്സിലായോ? പിന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നിട്ടുണ്ട്. യെസ്, സോ ഇതാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഡിമാൻഡ്. സോ ഡെയിലി എന്ത് ചെയ്യണം? ഡെയിലി ഇതൊരു കണ്ടിന്യൂഷൻ സ്റ്റേജ് ആണെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ വന്നു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, അടുത്തൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ പുഷ് ചെയ്യണം. ഇതാണ് ഒരു സിനാരിയോ. അല്ല ഇവിടെ നിന്ന് മാർക്കറ്റ് ഫെയിൽ ചെയ്താൽ ഈ ഡിമാൻഡിലേക്ക് മാർക്കറ്റ് ഫോക്കസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ 3 മിനിറ്റിൽ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യില്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യില്ല. ഇനി ക്രിയേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരിക. സോ നിങ്ങൾ 15 മിനിറ്റിലേക്ക് നേരെ വരിക. നമുക്കിതൊന്നും ഒഴിവാക്കാം അല്ലേ.
ഒന്ന് ക്ലീൻ ആക്കാൻ ചേട്ടൻ. സോറി, 1 ഹവറിൻ്റെ സോൺ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട് അവിടെ. ഇതാണ് 1 ഹവറിൻ്റെ മേജറായിട്ടുള്ള സോൺ. ഇതിന് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴേക്ക് ബ്രേക്കൗട്ട് ട്രേഡ്സൊക്കെ നോക്കാം കേട്ടോ. ബ്രേക്കൗട്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ രീതിയിൽ ഈ ഒരു പ്ലാനിന് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ മെത്തേഡ് നമ്മൾ ഇങ്ങനെയാണെന്ന് പറയുന്നത് മാത്രം. ഡിസ്കൗണ്ട് ട്രേഡ്സും പ്രീമിയം ട്രേഡ്സാണ് നമ്മൾ പറയുന്നത് മാത്രം. നിങ്ങൾ ബ്രേക്കൗട്ട് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് അത് നിങ്ങളുടെ സെറ്റപ്പിലേക്ക് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡുകൾ നോക്കാം. ഓക്കെ, 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 15 മിനിറ്റ് ഇപ്പോൾ എന്താ ചെയ്തേ, പ്രോപ്പർ ബ്രേക്കൗട്ട് ഇവിടെ കിട്ടി. കണ്ടോ, പ്രോപ്പർ ബ്രേക്കൗട്ട് ഇവിടെ തന്നിട്ടുണ്ട് 15 മിനിറ്റ്. സോ ഇതിൻ്റെ ഒരു സ്വിങ് നോക്കുകയാണെങ്കിൽ ഇതാണ് 15 മിനിറ്റിൻ്റെ സപ്ലൈ ആയിട്ട് നമുക്ക് സ്വിങ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ പറ്റുക. സോ ഇവിടെ നിന്ന് ടോട്ടലി ഉള്ള ഈ ഒരു പുഷ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഈ വരുന്ന സോണിലേക്ക് നാളെ ഇവിടെ നിന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ 3 മിനിറ്റ് തന്ന് മേളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ പറയുന്ന സോണിലേക്ക് നോക്കാം. ഏകദേശം 48,863 എന്നുള്ള സോണിൽ നിന്നും എഗെയിൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എടുക്കുക. കൺഫർമേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോവർ ടൈം ഫ്രെയിം 3 മിനിറ്റ് എന്താ ചെയ്യാം, ഇവിടെ വന്നു ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക. കണ്ടോ, സോ ഈ ഒരു കൺഫർമേഷൻ ഇവിടെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഇതേപോലെ ഈ ലാസ്റ്റ് ബൈങ് ചെയ്തിട്ടുള്ള ആളുകളെ ഫെയിലാക്കി അടുത്ത റീടെസ്റ്റ് തന്ന് പോകുന്ന സമയത്ത് നമുക്കവിടെ കൺഫർമേഷൻ ട്രേഡ് നോക്കാം. മനസ്സിലാവും. അപ്പോൾ 3 മിനിറ്റ് ആയിരിക്കും ഇവിടെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. 3 മിനിറ്റ് ആയിരിക്കും ബ്ലൂ കാണുന്നത്. 3 മിനിറ്റിൻ്റെ ഈ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, പ്ലാൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതാണ് നമ്മളുടെ കറൻറ്റ്ലി നാളത്തേക്കുള്ള പ്ലാൻ. ഇനി ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എന്താണ്, നിങ്ങൾ ത്രൂ ഔട്ട് ഡൗൺ സൈഡിലേക്ക് ഗ്യാപ്പ് ഡൗൺ ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 1 ഹവറിൻ്റെ ക്യാൻഡിൽ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സോണിലേക്കുള്ള ട്രേഡ് കണ്ടിന്യൂഷൻ പ്ലാൻ ചെയ്യാം. ഈ ഡെയിലി സോണിലേക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ പ്ലാൻ ചെയ്യാം. സോ ഈ ഒരു പ്ലാൻസാണ് നമുക്ക് വരിക. ഗ്യാപ്പ് അപ്പ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യുക. ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലോ ടൈം ഫ്രെയിമിനെ അതിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അധികം കഥ പറഞ്ഞ് ഞാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻറ്റിൽ നിങ്ങൾ പറയാം. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനി ഇഷ്ടപ്പെടാത്തവരെന്ത് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഈ ഒരു പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.